وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബഹുമാനിയായ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യം, അതിൻ്റെ ശക്തി, അതുവഴി നമുക്ക് ലഭിക്കുന്ന ആത്മബലം എന്നിവയെക്കുറിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയാണ്. ആ ആരാധനയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അപ്പോൾ ജീവിതം മുഴുവനും പ്രാർത്ഥന നിരതമായിരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് നിശ്ചയിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് അതിനെ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. മനുഷ്യന്മാർ സാധാരണ നിലയിൽ വിചാരിക്കുന്നത് അവർക്ക് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. സത്യത്തിൽ ആഴത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യം പ്രവർത്തനത്തിൽ മനുഷ്യനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴത്തിൽ ആലോചിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. മനുഷ്യന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായി അനുവദിച്ചു കൊടുത്താൽ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കില്ല. കാരണം ഒരാളിൻ്റെ പ്രവർത്തനം മറ്റൊരാളിൻ്റെ പ്രവർത്തനമായിട്ട് കൂട്ടിമുട്ടും. ഈ ആകാശലോകങ്ങളിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പോലെ നിശ്ചിതമായ ഒരു ബന്ധാവ് എല്ലാ ആളുകൾക്കും ഭൂമിയിലുണ്ട്. അവിടെ സൂര്യന് സ്വാതന്ത്ര്യം നൽകിയാൽ, അതുപോലെ ചന്ദ്രന് സ്വാതന്ത്ര്യം നൽകിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ അതിൻ്റെ ഓർബിറ്റ് വിട്ട് സഞ്ചരിക്കും, അതിൻ്റെ ഭ്രമണപഥം വിട്ട് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ താറുമാറാവും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവരും അറിയുന്നതാണ്, എല്ലാവരും അറിയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രവർത്തന സ്വാതന്ത്ര്യ നിയന്ത്രണത്തിലാണ്. അത് വളരെയധികം ആഴത്തിലൊന്നും ആലോചിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നല്ലവണ്ണം പ്രവർത്തിച്ചാലും ചിലപ്പോൾ ബാഡ് റിസൾട്ട് ഉണ്ടാകും. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ നല്ലവണ്ണം ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത മാരകമായി. ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കറിയാം, അവർ മനസ്സിലാക്കിയ സിംറ്റംസ് വെച്ച് ഇത് ഇന്ന രോഗമാണ്, ഇതിന് ഇന്ന മരുന്നാണ്, ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് കൊടുത്താൽ ഇത്ര മണിക്കൂർ കൊണ്ട് അതിന്റെ റിസൾട്ട് ഇഫക്റ്റ് ഉണ്ടാവും. ഒരുപാട് എലികളിലും മറ്റു മൃഗങ്ങളിലും ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഒടുവിൽ കണ്ടെത്തണതാണ്. ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ഉറപ്പിച്ചത് ഇന്ന മരുന്ന് ഇന്ന രോഗത്തിന് ഫിറ്റാണ്. പക്ഷെ ഇവിടെ പ്രായോഗികതയിൽ രണ്ട് ആളുകൾ ഒരേ രോഗം, ഒരുത്തിന് മരുന്ന് കൊടുക്കുന്നവന് രോഗം ഭയങ്കര കൂടുന്നു, ഒരുത്തിന് വേഗം കുറയും. ഡോക്ടർമാർ പലപ്പോഴും വിഷമിക്കുന്നതിന് ഒരുപാട് സുഹൃത്തുക്കളാണ് വിഷമിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വേദന കുറയുന്നില്ല എന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. കാരണം വേദന മാറാൻ ഇന്നതൊക്കെ ചെയ്താൽ മതി എന്ന് നമ്മളുടെ ഗവേഷണ പഠനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രസക്തമായ പ്രശ്നം വളരെ കൃത്യമായി നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്, നമുക്കറിയാത്ത പോലെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് നമ്മളിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമി ഇങ്ങനെ നിന്നേറണം, അതുപോലെ തന്നെ വായു വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. നമ്മളെ ഭൗതികമായ വളരെ നല്ല സ്റ്റേബിളായിരിക്കണം. ഇപ്പൊ ഒരു ആശാരി അയാളിങ്ങനെ വെട്ടിയും അടിച്ചു പൊളിച്ചൊക്കെയാണ് ചെയ്യാൻ. ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുക. ആശാരിക്ക് ലഭ്യമാകുന്ന ഇൽഹാം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്കാണ് ലഭ്യമായാൽ എന്റെ സ്ഥിതി എന്ന് മാറിപ്പോയാൽ ഓരോ മനുഷ്യനും പ്രവർത്തിക്കുന്നത് അവന്റെ ബ്ലഡ് കെമിസ്ട്രിയുടെ ഒരുതരം പ്രചോദനം അനുസരിച്ച്, ഇൽഹാം അനുസരിച്ച്. അപ്പൊ ഒരാളിന്റെ ഇൽഹാം മറ്റൊരാളിലേക്ക് മാറിപ്പോയാലോ ഓരോ നിമിഷവും മനസ്സ് ഉണർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബോധ മനസ്സിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇത് പകലാണെന്നും ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കും. പെട്ടെന്ന് നമ്മളെ ബോധം അങ്ങ് പോയാൽ നമുക്ക് പിന്നെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ബോധത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആര് എവിടെ എപ്പോ ഏത് തോതിൽ എത്ര അളവിൽ എങ്ങനെ പ്രവർത്തിക്കണം, ആ പ്രവർത്തനത്തിന് ആവശ്യമായ ചിന്ത എങ്ങനെയാണ്, അതിന് ഇൽഹാം വേണം. ആ ഇൽഹാം ലഭ്യമാകുന്നതുകൊണ്ടാണ് മനുഷ്യന് ഈ പ്രവർത്തന സ്വാതന്ത്ര്യം. അപ്പൊ പിന്നെ മനുഷ്യനെന്താ സ്വാതന്ത്ര്യം? പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാര്യം പോക്കല്ലേ. ഇപ്പൊ നമ്മൾ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരുപാട് സംഗതികളുണ്ട്. പല സംഗതികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛികമാണ്, വന്നുപെടുന്നതാണ്, നിർബന്ധിതമായി ചെയ്തോളാം. വേണ്ടാന്ന് വെച്ചാലും ചെയ്യാൻ നിർബന്ധമാണ് ഒരുപാട് സംഗതി. ജീവിതം ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലും പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അത് നമ്മുടെ കൺട്രോളിലല്ല ഈ സംഗതി എന്നതാണ്. പല സംഗതികളും പ്രവർത്തിച്ചാൽ നല്ല ഫലം കിട്ടുന്നില്ല, പല സംഗതികളും പ്രവർത്തിക്കാതെ നല്ല ഫലം കിട്ടും. ഒരുപാട് അധ്വാനിച്ചാലും പലപ്പോഴും പണം കിട്ടാറില്ല. പക്ഷെ വല്ലാണ്ട് അധ്വാനിക്കാതെ പലപ്പോഴും പൈസ കിട്ടാറുണ്ട്. നല്ലവണ്ണം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതിയിട്ട് റാങ്ക് കിട്ടാതെ പോകാറുണ്ട്. ഇങ്ങനെ ഒരു ഈസി മട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ റാങ്ക് കിട്ടി, ജോലി കിട്ടി, നല്ല ഉദ്യോഗം കിട്ടാറുണ്ട്. ഇതൊക്കെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളാണ്. എല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി ഇന്ന ബസ്സിൽ ഇന്ന സമയത്ത് ഇന്നടുത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോഴായിരിക്കും നമുക്ക് ഒരു വയറ്റാൻ പറ്റുക, ബാത്റൂമൊക്കെ വേണ്ടി ആ ബസ്സാണ്ട് പോയി. ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കൈവശമല്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി നമ്മുടെ കൈവശം നിന്നാലേ ഇവിടെ ആകെ കുഴപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പ്രാർത്ഥന ഒരു തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പടിയൊക്കെ സ്വീകരിച്ചാൽ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കണ്ടേ, ഒരച്ഛൻ
മറ്റവനോട് അസൂയ. അപ്പൊ അതുകൊണ്ട് അവന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നശിച്ചു പോകണമെന്ന ചിന്തയിൽ അവനോട് പ്രാർത്ഥിച്ചാലോ, അതങ്ങനെ സ്വീകരിച്ചാലോ നഷ്ടപ്പെടും. ഇപ്പൊ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അവനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്ന് മനസ്സിലാക്കിയാണ് അതിന് ഉത്തരം പോലും കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞ എന്തോ പ്രാർത്ഥിക്കാനും പറ്റില്ല, അതൊരു തൗഫീഖാണ്. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ഉണ്ടാകുമ്പോ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ സ്വന്തം നിലയിൽ ചെയ്തതാണ്, അല്ലാഹു തൗഫീഖ് നൽകിയത് കൊണ്ട് മാത്രം ചെയ്തതാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു സംഭവത്തിൽ ഏർപ്പെട്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടോ അങ്ങനെ വരിക, ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബാക്കളാണ് റസൂൽ കൂടി ഇങ്ങനെ വരിക. അപ്പൊ പിന്നീട് സഹാബാക്കളെ സംസാരിക്കുന്നു, അവിടെ നിന്ന് മലയാളി ഭാഗത്ത് ഇങ്ങനെ വന്നു, അപ്പൊ നമ്മളങ്ങനെ അതിനുള്ള അങ്ങോട്ട് കൂട്ടി, അപ്പോ ഒട്ടകം ഇങ്ങോട്ട് വന്നു, കുതിര ഇങ്ങോട്ടെന്ന് വെച്ചാല് സഹാബാക്കളുടെ പ്രവർത്തന മികവുകൊണ്ട് യുദ്ധം ജയിച്ചു എന്ന് തോന്നലുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്ന റസൂൽ ശ്രദ്ധിച്ചു. ആരെയും വിമർശിച്ചും ചീത്തറയും ചെയ്യാതെ റസൂൽ പറഞ്ഞു, അള്ളാഹു ആ യുദ്ധം ഒറ്റയ്ക്ക് ജയിച്ചു. എല്ലാവർക്കും മനസ്സിലായ കാര്യം, അള്ളാഹു ആ യുദ്ധം ഒറ്റയ്ക്ക് ജയിച്ചു. പിന്നീട് വിശദീകരിച്ചു, അവന്റെ അടിമകളിലൂടെ അവൻ ശക്തി പ്രകടിപ്പിച്ചു. കാരണം സഹാബാക്രാങ്ങളുടെ ചിന്തയിൽ തെറ്റായ ധാരണ ഉണ്ടാവാതിരിക്കാൻ അപ്പൊ തന്നെ പ്രവാചകൻ ഇടപെടുക. ഓരോ സംഗതി പ്രവാചകനോട് തന്നെ പറഞ്ഞു, നീ ഉറക്കങ്ങൾ പറയണം, എനിക്ക് ഒരു നന്മയോ തിന്മയോ സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയില്ല, ഇല്ല മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവുമ്പോ, പ്രവർത്തിക്കാനുള്ള മികവുണ്ടാവുമ്പോ നമ്മുടെ ധാരണ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവുണ്ട് എന്നാണ്. മിക്കവാറും അധികം മനുഷ്യരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അധികം ആളുകൾക്ക് വിവരമില്ല. ജനങ്ങൾക്ക് അധികം വിവരമില്ല എന്ന് പറഞ്ഞാൽ അവർ വിവരം കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല, അവര് നൽകപ്പെട്ട വിവരം വളർത്തിയെടുത്ത് ബോധത്തോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അധികം ആളുകളും ബുദ്ധി പ്രയോഗിക്കുന്നില്ല. അപ്പോ തെറ്റായ ധാരണ ഉണ്ടാവും, മിഥ്യാധാരണ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അത് നമ്മളുടെ ഒരു പ്രവർത്തനത്തിന്റെ മികവുകൊണ്ടാണ് ഇത് നേടിയെടുത്തത് എന്ന തെറ്റായ ധാരണ. അതിലൊരു താൻപോരിമുണ്ട്, ഒരു ഈഗോ ഉണ്ട്, പൊങ്ങച്ചുണ്ട്. ഇത് മാറുമ്പോഴേ മനുഷ്യന് യഥാർത്ഥത്തിൽ മനുഷ്യനാവുള്ളൂ എന്നതാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനോട് അല്ലാഹു തആല പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോളൂ, അതിന് ഞാൻ നിനക്ക് തൗഫീഖ് നൽകും. നിരന്തരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന തന്നെയാണ് ജീവിതം. പ്രാർത്ഥന വരുമ്പോ പ്രാർത്ഥന കൊണ്ട് മനസ്സ് ശുദ്ധമാവും, ആത്മബലം വർദ്ധിക്കും, പ്രവർത്തന മികവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുപോലെ ശുഭപ്രതീക്ഷ നൽകും. കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനെ ഏൽപ്പിച്ചതിന് ശേഷം ഈ ഏജന്റിന് അല്ലെങ്കിൽ പ്രതിനിധിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നടക്കാം. ഇന്നതിനതൊക്കെ ചെയ്യാൻ പറഞ്ഞു, അതിനുള്ള തൗഫീഖ് തന്നു, ഞാൻ അതൊക്കെ ചെയ്തിരിക്കുന്നു എന്ന ഒരു ബോധം ഈ പ്രാർത്ഥന നടത്തുന്നവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന. കാരണം പ്രാർത്ഥിക്കുന്നുണ്ടാ, എനിക്ക് കഴിവില്ല, സഹായിക്കണേ തമ്പുരാനെ. അപ്പൊ അതിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അതേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും സൂറത്തുൽ ഫാത്തിഹ. ഈ പ്രപഞ്ചം കണ്ടതിൽ ഏറ്റവും നല്ല പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിലോ തന്നെ സൂറത്തുൽ ഫാത്തിഹയോളം പ്രാധാന്യമുള്ള ഒരു സൂക്തം, ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു അധ്യായം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പ്രാർത്ഥനയുടെയാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരംഭമാണ്, എന്തിന്റെ ആരംഭം. ആ ഫാത്തിഹ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ അതിന്റെ ആഴങ്ങളിൽ നമ്മൾ ഇറങ്ങി നോക്കാത്തത് കൊണ്ട് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായിച്ചില്ല എന്നതാണ്. സൂറത്തുൽ ഹംദ് എന്ന് വേറൊരു പേരുണ്ട്, സ്തുതിയുടെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ മാതാവാണ്, അല്ലെങ്കിൽ സത്തയാണ്. സബഉൽ മസാനി വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കണം.
പ്രാർത്ഥനയിൽ വരുന്ന സംഗതികൾ ഹംദും അതുപോലെ തന്നെ മറ്റു സംഗതികളും ആവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് കൊണ്ട് ആവർത്തിച്ചോതുന്ന 7 എണ്ണം എന്നുള്ള സ്ഥാനക്കാരാണ്. പിന്നെ അൽ വാഫിയയും അൽ കാഫിയും, 2 അൽ വാഫിയ എന്ന് പറയുന്ന അൽ കാഫിയ ഏതാണ്ട് സമാനമായ അർത്ഥം വരുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളാണ്. അതായത് മതിയായത്, എന്തിനും എവിടെ വെച്ചും എപ്പോഴും മതിയായത് എന്ന അർത്ഥത്തിലാണ്. പിന്നെ അൽ അസാസ്, എല്ലാത്തിന്റെയും അടിത്തറ എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ വിശദീകരിച്ചിട്ടുള്ളത്. അശ്ശിഫ, ശമനം, മാനസികമായ പ്രയാസങ്ങൾക്കും ബേജാറുകൾക്കും ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്ത്, രക്ഷയാണ്. അതുപോലെ തന്നെ അസ്സുആൽ, അഭ്യർത്ഥനയാണ്, ചോദ്യമാണ് സൂറത്തുൽ ഫാത്തിഹ. അശ്ശുകൂർ, നന്ദിയാണ് സൂറത്തുൽ ഫാത്തിഹ. സൃഷ്ടാവിനോട് സൃഷ്ടിയുടെ നന്ദി പ്രകടനമാണ്. സൂറത്തുൽ ഖൻസ്, ട്രഷറാണ്, അതായത് ഖജനാവാണ്, എല്ലാത്തിന്റെയും ഖജനാവാണ്. സൂറത്തുൽ ദുആ, അല്ല പ്രാർത്ഥനയാണ്, ദുആയാണ്. അപ്പൊ എത്ര 13 പേരുകൾ ഇപ്പൊ ഞാൻ എന്റെ എടുത്തു. ഇനിയും പലതുണ്ട് എന്ന് ചില പണ്ഡിതന്മാരുണ്ട്. പലതരം ജഗതി നോക്കിയപ്പോ ഫാത്തിഹ, ഹംദും, ഉമ്മുൽ ഖുർആനും, സബഉൽ മസാനി, അൽ വാഫിയയും അൽ കാഫിയും അൽ അസാസും അശ്ശിഫാവും അസ്സലാത്തും അസ്സുആലും അശ്ശുകൂറും അൽ ഖൻസും അൽ ദുആ. ഇത്രയും സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചെറിയൊരു സംഗതിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വലിയൊരു കാര്യമാണ്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നാണ്. ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് എന്താ, മനസ്സിൽ ഇങ്ങനെ നാവ് കൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് എത്തും. അബോധ തലത്തിൽ ഇത് നമുക്ക് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഉൽ വലിയ ഹാർഡ് ഡിസ്ക് അവിടെ ഉണ്ട്. അപ്പൊ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ഒരേ തലത്തിൽ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ആഴത്തിലുള്ള അർത്ഥം കൊണ്ട് പതിയുമ്പോ അകം മാറും. പുറമേ ഒരു മാറ്റം ഉണ്ടായില്ല, അകം മാറും. ഒരാളിന്റെ അകം മാറിയാൽ പുറം മാറ്റാതെ അവൻ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ തിന്മ ചെയ്യാൻ ഞാൻ പോകില്ല. എനിക്ക് ഏതെങ്കിലും തോന്നിയാസം ചെയ്യണമെന്നാണ് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പുറമേ എന്ത് പറഞ്ഞെന്നാലും നന്മയാ പോകില്ല. അപ്പൊ മാറ്റേണ്ടത് അകമാണ്. അകം മാറ്റണം. അകം മാറ്റാൻ ഏറ്റവും ഉത്തമം സൂറത്തുൽ ഫാത്തിഹയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പണ്ഡിതന്മാര് ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ സൂക്തം ഓതുമ്പോഴും നരകത്തിന് 7 കവാടങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 7 ആയത്തുകളുണ്ട്. ജിബ്രീൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, മുഹമ്മദേ, നിന്റെ സമുദായത്തിലെ മെമ്പർ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ആയത്ത് ഓതുമ്പോ നരകത്തിന്റെ ഒരു കവാടം അവന് നേരെ കൊട്ടിയടക്കും. അങ്ങനെ അവന് 7 ആയത്ത് ഓതി കഴിയുമ്പോ 7 ആയത്തുകൾ ഓതി കഴിയുമ്പോ നരക കവാടങ്ങൾ മുഴുവനും അവന് നേരെ അടയ്ക്കും. വളരെ ഗൗരവത്തിൽ അത് പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ തിന്മയിലേക്കുള്ള വാതായനങ്ങൾ അടയ്ക്കുന്ന അതിശക്തമായ പ്രചോദനമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തും. അത് മനുഷ്യന്മാരെ മൊത്തത്തിൽ 7 ആയി കണ്ടെത്തിരിക്കുക. കുറ്റവാളികളായ 7 വിഭാഗങ്ങളെ ഈ 7 വാതിലുകളിലൂടെ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ 7 വാതിലും സത്യവിശ്വാസി സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ കൊട്ടിയടച്ചു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ ഫാത്തിഹയുടെ പ്രാധാന്യം നോക്കും. ഫാത്തിഹ നിങ്ങൾ ഓതുമ്പോ അതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ തിന്മയുടെ കവാടങ്ങളിൽ കൊട്ടിയടച്ചുകൊണ്ട് രക്ഷപ്പെടുത്താം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിലൊരു ഘടനയുണ്ട് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ ഖുർആൻ ഓതുമ്പോ ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതായത് മനുഷ്യനിൽ ഒരു പൈശാചിക ദൗർബോധനമാണ്. ആ പൈശാചിക ദൗർബോധനത്തിന്റെ ശർറിൽ നിന്ന് കാവലിനെ ചോദിച്ചുകൊണ്ട് വേണം ഖുർആൻ ഓതാൻ. അത് സുന്നത്തായി പ്രഖ്യാപിച്ചു. അതിന്റെ ഫിഖ് പറഞ്ഞ അടികൂടാനല്ല നമ്മളോട് പറഞ്ഞു. അത് നിസ്കാരത്തിൽ ഓതണോ, ഉറക്കം ഓതണോ, മെല്ലെ ഓതണോ, ഓതാതിരിക്കണോ,
നബി ഓതിയിട്ടുണ്ടോ, എത്ര പ്രാവശ്യം ഓതിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഓതിയിട്ടില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ ചർവണോ പ്രസംഗവും പിന്നെ എഴുത്തും പിന്നെ പുസ്തകങ്ങളും പിന്നെ കടാരൂരലുമാണ് ഈ സമുദായം അതിന്റെ പേര് കണ്ടുപിടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു റസൂലിനോട്, നീ ഖുർആൻ ഓതാൻ വിചാരിച്ചാല് ഫസ്റ്റായത്, അതായത് അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അതായത് പിന്നെ ശൈത്വാനം റജീം, നിന്നെ ശപിക്കപ്പെട്ട പിശാച് വഴിതെറ്റിക്കുന്നതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ഒരു ഭാവന ചോദിക്കണം. അത് പ്രവാചകന്റെ ചര്യയാണ്. പിന്നെ ആ ചര്യയിൽ പിടിച്ചിട്ട്, ചര്യ എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചാൽ നിങ്ങളാണോ കിട്ടാൽ പുതുസ്ഥ പ്രാപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇങ്ങനെ പറയാം. എടുത്താൽ കൂലിയുള്ളവനും എടുക്കാതിരുന്നാൽ കൂലി, അങ്ങനെയൊന്നും പറയാമെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ കഴിവിന്റെ പരമാവധി പാലിക്കുക, അതിനുള്ള തൗഫീഖും കിട്ടും. അതിൽ ആവശ്യമില്ലാത്ത ഫിഖ്ഹി പ്രശ്നങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ സ്വാധ്യയുടെ സത്യ അറിയുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ജൂതന്മാരുടെ പണിയിൽ ഈ സമുദായം പെട്ടുപോയതുകൊണ്ടാണ്. നല്ല നല്ല പണ്ഡിതന്മാരും അതിന്റെ പേരിൽ ഒരുപാട് ഒച്ചയും വിളിയും ബഹളമുണ്ടാകും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓതണം, അത് ചെയ്യാനുള്ളവരാണ് ചെയ്യാറുള്ളത്. അല്ലാഹു പ്രവാചകനോട് നിർദ്ദേശിച്ചത് നീ എന്ത് തുടങ്ങുമ്പോഴും ബിസ്മിൽ തുടങ്ങണം. ബിസ്മി കൃത്യമായി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അഊദും ബിസ്മിയും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതാണ്. അതിന് ഓതാത്തണ്ട. പക്ഷെ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നത് എന്നുള്ളതാണ്. അപ്പൊ ഫാത്തിഹയില് ഫാത്തിഹ ഓതുന്നതിന് അഊദും ബിസ്മിയും അത് നമ്മുടെ ആ മനസ്സിന്റെ ശുഭ്രത കൈവരുത്താണ്, മനുഷ്യ മനസ്സിന് ശുഭ്രത കൈവരുത്താണ്. അപ്പൊ അതിനൊരു ടെക്സ്റ്റും പിന്നെ ഒരു മിഡിൽ പാർട്ടും, അതായത് ഒരു ഇൻട്രഡക്ഷനും ഒരു ടെക്സ്റ്റും ഒരു കൺക്ലൂഷനും. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഈ 3 ആയത്തുകൾ സ്തുതിയുടെ അതിന്റെ ആഴത്തിലുള്ള അർത്ഥവും വിശദീകരിക്കുന്ന സംഗതി. അപ്പൊ സാധാരണ എന്തെങ്കിലും ഒരു ചോദ്യം നമ്മൾ ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ, ഒരു ഓഫീസിൽ കയറിയാൽ ഒരു സലാം പറഞ്ഞു, അല്ലെങ്കിൽ സലാം പറയാത്ത ഓഫീസർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഒരു ഇൻട്രഡക്ഷനോട് കൂടിയായ ഒരു ആപ്ലിക്കേഷനാണ്. വലിയ ഓഫീസർക്ക് വരുമാനം ശ്രമിക്കുന്നതാണ്. ചാടിക്കറി ആ വരുമാനം കഴിക്കാൻ പറയില്ല സർ ഉണ്ടല്ലോ, ഒരു ചെറിയ മാറ്റം. ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് 10,000 രൂപയാണ്. ഉടനെ കത്തെടുത്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ മെയിലിൽ പാപ്പ ഒരു 10,000 രൂപ തരുമെന്ന് പറയില്ല. സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട പാപ്പ സുഖമാണെന്ന് വിചാരിക്കും. ഉണ്ടല്ലോ, ഒരു മനുഷ്യനെ അങ്ങനെ വിളിക്കും. അപ്പൊ ഈ മനുഷ്യന്മാരുടെ ഇടപാടിലും അങ്ങനെയുണ്ട്. അപ്പൊ മഹാനായ രക്ഷിതാവിനോട് ചോദിക്കാൻ പോകുമ്പോ അവന്റെ സ്ഥാനമാന ആദരവുകളെ ഞാൻ അറിഞ്ഞംഗീകരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് സ്തുതി, ഹംദ് വളരെ ഹംദും മദ്ഹുണ്ട്. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നത്, മദ്ഹ് എന്ന് പറഞ്ഞാൽ പ്രശംസ ജീവനുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ഉണ്ടാവും. നല്ല മനോഹരമായ ഒരു മുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തിന്റെ മനോഹാരിതയാണ്, അതൊരു പ്രശംസയാണ്. നല്ല പ്രവൃത്തി അതിലും ഉണ്ടാവും, ജീവനുള്ളതിനും ഇല്ലാത്തതിനുണ്ടാവും. ഹംദ് ജീവനുള്ളതിന് മാത്രമേ ഉണ്ടാവും. മദ്ഹ് യഥാർത്ഥത്തിൽ സൽപ്രവൃത്തിക്ക് ശേഷം ഉണ്ടാവും, സൽപ്രവൃത്തി ഇല്ലാതെ ഉണ്ടാവും അത് പ്രശംസിക്കാൻ. പക്ഷെ ഹംദ് എപ്പോഴും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടേ ഉണ്ടാവുള്ളൂ. സൽപ്രവർത്തനത്തിന് ശേഷം മാത്രമേ സ്തുതി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എപ്പോഴും എല്ലാത്തിനും സൽപ്രവൃത്തി മാത്രം, നന്മ മാത്രം ചെയ്യുന്ന ഏക ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അൽഹംദു ലില്ലാഹ്, അല്ലാഹുവിനാകുന്നു. അഹ്മദുല്ലാഹ് എന്നല്ല പറഞ്ഞത്. അഹ്മദുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇത് ജനറൽ. അൽഹംദുലില്ലാഹ് സ്തുതി മുഴുവൻ അല്ലാഹുവിനാണ്. എന്നുവെച്ചാല് ഞാൻ സ്തുതിച്ചില്ലെങ്കിലും സ്തുതി അവിടെ ഉണ്ട്, അവൻ അർഹനാണ്, മറ്റുള്ളവരൊക്കെ അത് സ്തുതി ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അഹ്മദുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, ഞാൻ സ്തുതിച്ചില്ലെങ്കിൽ സ്തുതിയില്ല. അപ്പോൾ അൽഹംദു ലില്ലാഹ്, ലില്ലാഹിന് ഒരുപാട്, ലില്ലാഹി എന്ന വാക്ക് അള്ളാഹു എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അലിഫ് പോയതാണ് ലില്ലാഹി, എന്നാലും അർത്ഥം കിട്ടും. ഇനി അതിന്റെ ഒരു ലാം കൂടെ മാറ്റി കളഞ്ഞാൽ ലഹു എന്നുണ്ടാവും, അതിന്റെ ഒരു ലാം കൂടെ മാറ്റി കളഞ്ഞാൽ ഹൂ എന്നുണ്ടാവും. അവസാന അക്ഷരം വരെ അതേ അർത്ഥം കുറിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു വാക്ക് അള്ളാഹു എന്നാണ്. ഇത് ഭയങ്കര അത്ഭുതമാണ്. അള്ളാഹു എന്നതിന്റെ അലിഫ് മാറ്റി കഴിഞ്ഞാൽ ലില്ലാഹി എന്ന് വായിക്കാം, ആ ലില്ലാഹിന്റെ ലാം മാറ്റി കഴിഞ്ഞാൽ ലഹു എന്ന് വായിക്കാം, ആ ലാം കൂടെ മാറ്റി പറഞ്ഞാൽ ഹു അല്ലാഹു അഹദ്. വളരെ നല്ല രസമാണ്. അതിന്
ഡുവല്ലോ പ്ലൂറലോ ഇല്ല. അതായത് ദ്വിവചനമോ ബഹുവചനമോ ഇല്ല, അതിന് സ്ത്രീലിംഗമില്ല. അങ്ങനെ ഒരു പദം ഭാഷയിൽ, അറബി ഭാഷയിൽ വേറെ കാണാൻ പറ്റില്ല, മറ്റു ഭാഷയിൽ കാണാൻ പറ്റില്ല. അല്ലാഹു എന്ന പദം, അതിന്റെ അർത്ഥം തന്നെ ഉൾക്കൊള്ളാനാവാത്തത്, മറഞ്ഞിരിക്കുന്നത്. ലാഹ എന്ന വാക്കയിൽ നിന്ന്, അലിഹ എന്ന വാക്കിൽ നിന്ന് വന്നതാണ് ഇലാഹ്. ഈ ഇലാഹിന്റെ കൂടെ അലിഫ് ചേർത്തതാണ്, അലിഫില്ലാമ ചേർത്തതാണ് അല്ലാഹ്. അതിന്റെ അർത്ഥം കേട്ടാൽ ബേജാറായി പോകുന്നത്, ഉൾക്കൊള്ളാനാവാത്തത്. അപ്പൊ മനുഷ്യന് സമ്പൂർണമായി ഉൾക്കൊള്ളാനാവാത്ത ഈ മഹാസൃഷ്ടി, മഹാ തമ്പുരാൻ, ഈ സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹു. തുടങ്ങിയ പറയണം, എന്തിനാണ് ഈ ഹംദ്, അൽഹംദ് എന്ന് പറഞ്ഞ എന്തിനാണ്? അൽഹംദുലില്ലാഹി എന്തിനാ? റബ്ബുൽ ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബ്ബ് നമുക്കറിയാം, അർബാബ്, പ്രഭു, വിഭു, സംരക്ഷകൻ, പരിപാലകൻ എന്നൊക്കെ അർത്ഥം. ഒരു ചെടി നട്ട് വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിന് ആണ് ഈ പരിപാലനം എന്ന് പറയുന്നത്. അതുപോലെ കച്ചവടം നടത്തി അതിനെ വലുതാക്കി പരിപ്പിക്കുന്ന അർബാബ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് സ്പോൺസറിന്റെ അവിടെ അർബാബ് എന്ന് പറയും. അപ്പൊ റബ്ബുൽ ആലമീൻ എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതായത് ഈ ലോകത്തെ സംരക്ഷിച്ച് നിർത്തുന്ന, സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന. അപ്പോ പൂർത്തിയായി ഈ മഹാലോകം. എല്ലാ ആലമീൻ, ആലംന്നല്ല ആലമീൻ, മനുഷ്യലോകം, ജന്തുലോകം, മനോലോകം, ഭൗതിക ലോകം, ആത്മീയ ലോകം, സകല ജാതി ലോകങ്ങളും അതിനകത്ത് പെടുന്നതാണ്. അപ്പൊ മനുഷ്യ മനസ്സ് വലിയൊരു വിശാല തലത്തിലേക്ക് പ്രവേശിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന നീ തീർച്ചയായും സ്തുതിക്കർഹനാണ്. അതുകൊണ്ട് സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. വലിയ അർത്ഥം. എന്നിട്ട് ആ സൃഷ്ടിയെ, ആ സൃഷ്ടാവിനെ മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ചില വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയും ഉൾക്കൊള്ളണമല്ലോ, ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളണമല്ലോ, നമുക്ക് മനസ്സിലാവണമല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ സംഗതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ നാമങ്ങൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അർ-റഹ്മാൻ റഹീം. അതാണ് അവിടെ എടുത്തു പറഞ്ഞത്. അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞത്. ഈ റഹ്മാൻ എന്ന വാക്ക് വളരെ ആഴത്തിലെ വേരുകളുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉമ്മ ഉണ്ട്, മുമ്പൊക്കെ പറഞ്ഞതാണ്. ഉമ്മ എന്ന, ഉമ്മുൻ എന്ന അറബി പദത്തിന് ലോകത്തെ എല്ലാ ഭാഷയിലും മാതാവിന് മ എന്ന പ്രയോഗമുണ്ട്. മാഡം, മമ്മി, മാ, മാതാവ്, ഉമ്മ. ഏത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാ പ്രയോഗം അല്ലാത്തതാണ്. ലോകത്തിലെ വിവിധ ഭാഷകൾ പരിശോധിച്ചു. ഉമ്മുൻ, ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉമ്മ ഉമ്മ എന്ന് വിളിക്കണല്ലോ. ഉമ്മ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ്. അടിസ്ഥാനം, അടിസ്ഥാനം എന്നുവെച്ചാൽ നമ്മുടെ അടിസ്ഥാനം. അപ്പൊ ഉമ്മയിൽ നമ്മുടെ അടിസ്ഥാനം എവിടെയാ? തലച്ചോറ് ഇതല്ലോ, ഗർഭപാത്രം. ഗർഭപാത്രം വയറ്റില്ല. ഗർഭപാത്രത്തിനൊരു പേരുണ്ട്, റഹ്ം. രഹിം എന്നും പറയും. അർഹാം എന്ന് പറഞ്ഞ ഗർഭപാത്രങ്ങൾ. അപ്പൊ ഈ ഗർഭപാത്രത്തിലാണ്, ഗർഭപാത്രത്തിന്റെ പ്രത്യേകത ഒരു സേവനവും അങ്ങോട്ട് ആവശ്യപ്പെടാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ സത്ത ഒരു ട്യൂബിലൂടെ ഇങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് കുട്ടി വളർന്നു വരുന്നത്. അതായത് എല്ലാ സംഗതിയും കഴിഞ്ഞിട്ട് അവസാനം ഫിൽറ്റർ ചെയ്തെടുത്ത സാധനം അങ്ങോട്ട് കൊടുക്കുന്നത്. ഒരു ഭയങ്കര ഇങ്ങോട്ട് മാത്രം സേവനം ചെയ്യുന്ന ഒരു സംഗതി. പടച്ചവൻ അങ്ങനെയാണ്, ഇങ്ങോട്ട് മാത്രം സേവനം, അങ്ങോട്ടൊരു സേവനം ആവശ്യമില്ല. ഈ ഗർഭപാത്രവും അങ്ങനെ തന്നെയാണ്. ആ ഗർഭപാത്രം പേറാനുള്ള അവസരം നൽകപ്പെട്ടതുകൊണ്ടാണ് അൽ ജന്നത്ത് അഖ്ദാമുൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞത്. സ്വർഗം, മക്കളുടെ സ്വർഗം മാതാവിന്റെ കാൽപാദങ്ങളിലാണ് എന്ന് പറയാൻ കാരണം ഈ ഗർഭപാത്രം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. എനിക്കൊരു ഉമ്മുണ്ട്, അങ്ങനെ പോയി 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 അവസാനം നമ്മൾ ഈസയ്ക്ക് ഉമ്മുണ്ടല്ലോ, അങ്ങനെ പോയി പോയി ഹവ്വയിലെത്തി. അപ്പൊ ഹവ്വയ്ക്ക് ഒരു ഗർഭപാത്രം വേണം. അത് ആദമാണ് എന്ന് നമുക്കറിയാം. ആദമിൽ നിന്നാണ് ഹവ്വയെ ഉണ്ടാക്കിയത്. അപ്പൊ ആദമിന് ഒരു ഗർഭപാത്രം വേണമല്ലോ. അതെവിടെയാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു. ആദമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്യാതെ മാറി. അപ്പൊ ഇബ്ലീസിനെ വിളിച്ചിട്ട് പറയുന്നു, അലയാ ഇബ്ലീസ് മാ മനഅക. അല്ലാഹു ചോദിച്ചോ, അല്ലടോ ഇബ്ലീസേ, എന്താ നിന്നെ വിരോധിച്ചത്? അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ. നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്തിനാടോ മാറി നിന്നത്? എന്താണ് നിന്നെ വിലക്കിയ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ ഖലഖ്തു ബിയദയ്യ, അപ്പൊ ആദമിനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ തിരുകരങ്ങൾ കൊണ്ടാണ് എന്നുള്ള അർത്ഥം. അള്ളാഹുവിന്റെ തിരുകരം. അപ്പൊ ആദ്യത്തെ റഹ്മ, ആദ്യത്തെ ഗർഭപാത്രം
ആദ്യത്തെ അടിസ്ഥാനം അല്ലാഹുവിന്റെ തിരുകരങ്ങളാണ്. ആ റഹ്മിന്റെ ഉടയവനാണ് റഹ്മാൻ. ഓ ലേശം ഗൗരവമാണ് സംഭവം. ഓ ഉമ്മയുമായി ബന്ധപ്പെട്ട് അതങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. ആ റഹ്മിന്റെ ഉടയവനാണ് റഹ്മാൻ, ആദ്യത്തെ റഹ്മ്. അതുകൊണ്ട് നീ അത് ഉറപ്പിച്ചു പറയുന്നത് റഹ്മാൻ റഹീം. അത് അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ധിക്കരിച്ചാലും ഒക്കെ എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്തു വരുന്നതാണ് റഹ്മാൻ എന്ന് പറയുന്നത്. റഹീം സത്യവിശ്വാസികൾക്കുള്ള പ്രത്യേകമായ പരിഗണന പരലോകത്ത് വെച്ചു കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ്. അപ്പൊ നമ്മൾ പറയാ ഈ ലോകങ്ങളെ മുഴുവനും നന്മയിൽ നിർത്തി സംരക്ഷിക്കുന്ന മഹാനാഥ, നീ സർവസ്തുതിക്കും അർഹനായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ കരുണയാണ്, കരുണാവാരധിയാണ്. കാരണം ഞാൻ കണ്ട കരുണ എന്റെ മാതാവാണ്. ആ കരുണയുടെ ഏറ്റവും വലിയ കേന്ദ്രം നീയാണ്, നിന്റെ കരങ്ങളാണ്. അല്ലാതെ ഇതുപോലെ രണ്ട് കരങ്ങളുണ്ട്, അതുകൊണ്ട് പഠിച്ചെന്നല്ല നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ കരുണയിലേക്ക് ഞാനിതാ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നിന്റെ കൈവശമാണ്. എന്നിട്ട് നീ അവസാനിപ്പിക്കുമ്പോ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ കംപ്ലീറ്റ് വിലയിരുത്തുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിന്റെ ഉടയവൻ നീയാണ് മാലിക്കുന്നത്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ പ്രതിജ്ഞ ചെയ്യാണ്, നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ, നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ സഹായപ്പെടുത്തിയുള്ളൂ. വളരെ ക്ലീൻ ആക്കുക മനുഷ്യന്റെ എല്ലാത്തരം അടിമത്തത്തിൽ നിന്നും അവനെ ക്ലീനാക്കി, അവനെ സ്വതന്ത്രനാക്കി, അവനെ ശക്തിമാനാക്കി, അവനെ ഒരു ആത്മവിശ്വാസമുള്ളവനാക്കി മാറ്റുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. എനിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് രണ്ടും നഅ്ബുദും നസ്തഈനും ഒന്ന് തന്നെയാണ്. ആഴത്തിൽ വരുമ്പോ നിന്നെ ആരാധിക്കുന്നു പറഞ്ഞാൽ ഞാൻ നിന്നോട് ദ്വാരക്കുന്നു, നേരത്തെ പറഞ്ഞില്ല, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നോട് ഞാൻ സഹായപ്പെടുത്തിക്കുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോട് മാത്രമാണ് തമ്പുരാനെ എന്നോട് പറയാം. അപ്പൊ ആദ്യം സ്തുതി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിജ്ഞ നടത്തണമെന്ന് പറയാം. 3 വാചകങ്ങളിലൂടെ അവന്റെ സ്ഥാനമാന ആദരവുകളെ സ്തുതിച്ചത് കൊണ്ട് അടിമ പ്രതിജ്ഞ ചെയ്യാണ്, ഞാൻ എനിക്ക് സ്വന്തം കഴിവില്ല, ഞാൻ ആരോടും ചോദിക്കാൻ പോകില്ല, ഞാൻ ആരെയും ആരാധിക്കാൻ പോകില്ല, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആവശ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എനിക്ക് മാത്രമല്ല, എന്റെ മാതാപിതാക്കൾക്ക് വേണം, എന്റെ സഹോദരങ്ങൾക്ക് വേണം, എന്റെ കുടുംബങ്ങൾക്ക് വേണം, എന്നെപ്പോലെ എന്റെ വികാരവുമായി വിശ്വാസവുമായി നടത്തുന്ന മുഴുവൻ ആളുകൾക്കും. എന്തുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പഠിപ്പിച്ചില്ല? മിക്കവാറും റബ്ബി ഗ്ഫിർലി വർഹംനി വർഫഅനി വസ്ഖിനി വജ്ബുർനി വഹ്ദിനി വഅഫിനി എന്നൊക്കെയാണ് നമ്മൾ പറയാ. ഇവിടെ എല്ലാവരും കൂടി നടത്തുന്ന നിർബന്ധമായ പ്രാർത്ഥനയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മനുഷ്യനെ ഒരു സ്വാർത്ഥിയായി വിടുന്നില്ല. അവൻ ഈ ചങ്ങലയിൽ അല്ലാഹുവും മനുഷ്യന്മാരും കംപ്ലീറ്റ് ബന്ധിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളെ പ്ലൂറലാ പറയാം. എപ്പോഴും അങ്ങനെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് തുടങ്ങി മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, സുഹൃത്തുക്കളിലൂടെ, നാട്ടുകാരിലൂടെ, വിശ്വാസികൾ താകമാനം. വിശ്വസിക്കാത്തവന് ഹിദായത്ത് നൽകാനും സത്യവിശ്വാസിക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരാൾ സത്യനിഷേധത്തിലും ശിർക്കിലും ആണ്ടുപോയിട്ട് മരിച്ചുപോയാൽ അവന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രമേ വിലക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം തടസ്സമില്ല. അവർക്കെല്ലാം ഹിദായത്ത് കിട്ടാൻ. അത്ര വിശാലമാണ് മനുഷ്യൻ, അത്ര വിശാലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ ആർക്കും ഒന്നും തടഞ്ഞു വെച്ചിട്ടില്ല. എല്ലാവരെയും സംരക്ഷിക്കുന്ന മഹാനായ രക്ഷിതാവ്, കാരുണ്യവാൻ. ഓരോ സത്യവിശ്വാസിയും സ്വന്തം കൂടെയുള്ളവന് ഹിദായത്ത് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അല്ലാഹു വലിയ ഇഷ്ടമായിരിക്കും. അത് വളരെ ഗൗരവത്തിൽ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെ എതിരാളികളെ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്ക് പടച്ചവനെ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ. അപ്പൊ സ്തുതി, പ്രതിജ്ഞ, പ്രാർത്ഥന, ഇതാണ് ആ സൂറത്തുൽ ഫാത്തിഹയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഘടന. ഒരുപാട് സൂറത്തുൽ ഫാത്തിഹ മാത്രം വിശദമായി പഠിച്ചാൽ ഒരു മിനിമം 15 വക്ത് പറയണ്ടാവും. അത്ര ആഴത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആയത്തെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വിശദീകരണങ്ങളാണ്. വളരെ ഗൗരവമാണ്, വളരെ ആഴത്തിലുള്ളതാണ്. നമുക്ക് ആശ്വാസം നൽകുന്നതാണ്, കുളിര് നൽകുന്നതാണ്, നിങ്ങൾക്ക് ശിഫ നൽകുന്നതാണ്. വേദന ഉണ്ടാവുമ്പോ, പ്രയാസം ഉണ്ടാവുമ്പോ, ശാരീരികവും മാനസികവുമായ വേദന ഉണ്ടാവുമ്പോ, പ്രയാസം ഉണ്ടാവുമ്പോ അറിഞ്ഞൊരേഴ് ഫാത്തിഹ ഓതിയാൽ
ആ പ്രയാസങ്ങൾ എങ്ങനെ പോയി കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫാത്തിഹ സ്വന്തം നിലയ്ക്ക് നമ്മൾ കടന്നു തരികയല്ല ചെയ്യുന്നത്. ഈ ഫാത്തിഹ ഈ വേദനയുടെ സൃഷ്ടാവായ രാജതമ്പുരാൻ സ്വീകരിക്കുകയും എന്റെ അടിമ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കൊടുക്കൽ എന്റെ ഒരു ബാധ്യതയാണ് എന്ന് തീരുമാനിക്കുകയും എന്നിട്ട് ആ വേദനയുടെ ആ റേഡിയേഷൻ, അതായത് വേദനയുടെ ആ പ്രസരണം, എന്നാണ്. ഇവിടെ ദുഃഖമായാലും വേദനയായാലും സമ്പത്തായാലും സങ്കടമായാലും അപമാനമായാലും അഭിമാനമായാലും അതെല്ലാം അല്ലാഹുവിന്റെ ഖജനാവിലുള്ളതാണ്. അവനെ നിശ്ചിത അളവിലേക്ക് ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളിന്റെ വേദന അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിനൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ ആ വേദനയ്ക്ക് പകരം ആശ്വാസം പോട്ടെ. അപ്പൊ പടച്ചവൻ തീരുമാനിക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് മരുന്നും മറ്റൊന്നും പണിയൊന്നും വേണ്ടല്ലോ. അപ്പൊ മരുന്നിലൂടെ അതുപോലെ ഏർപ്പാടിലൂടെ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോ ഇത് ചെയ്യിക്കുന്നത് വായ്പായി, അതായത് മറഞ്ഞിരുന്ന അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷയിലാണ് നീ എന്നത് മറന്നു പോകുന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞിരുന്നിട്ട് ഓരോ നമുക്ക് ചെയ്യുമ്പോ നമ്മൾ ഭൗതികതയിൽ മാത്രം നിങ്ങൾ ഭൗതികതയിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്, അത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ കണ്ണ് ഈ ഭൗതിക ലോകത്ത് ഡോക്ടറിലും മരുന്നിലും സമ്പത്തിലും ഒക്കെ കെട്ടിക്കുടി കിടക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാശക്തി നാമാണ്, നമ്മോടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ വളരെ ജാഗരൂകമായ ഉണർന്നിരിക്കുന്ന മനസ്സ് വേണം. അതായത് ബോധമുള്ള ഉണർന്നിരിക്കുന്ന, അതാണ് തഖ്വ. സൂക്ഷ്മതയുള്ള മനസ്സ് വേണം. ആ തഖ്വയുള്ള മനസ്സുമായിട്ടാണ് ഈ സൂറത്തുൽ ഫാത്തിഹയെ സമീപിക്കേണ്ടത്. സ്തുതിയും പ്രതിജ്ഞയും കഴിഞ്ഞ് പ്രാർത്ഥനയും പറഞ്ഞു തീരുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി ഇങ്ങനെ കാണിച്ചു തരുന്നത്. അങ്ങനെ വഴി കണ്ട് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅലീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ കമാ സനീത നഫ്സഹു ലകൽ ഹംദു ഹത്താ തറല്ലാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്നപോലെ നിങ്ങളോട് ഉണർത്തുകയാണ്. ഫാത്തിഹ സ്വന്തം നിലയ്ക്ക് പ്രാർത്ഥനയാണ്. എന്ത് പ്രയാസം വരുമ്പോഴും ഫാത്തിഹയിൽ അതേ പ്രാപിക്കണം. എന്നെ ഒന്ന് പഠിച്ചു നോക്കണം. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അക്കെടുത്തൊന്ന് വായിച്ചു നോക്കുമ്പോൾ അത് മുഴുവൻ ഖുർആനും അതിനകത്ത് തന്നെ ഉണ്ടാവും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം വരെ പറഞ്ഞത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുന്നത് ആ പാറയുടെ വിശദീകരണം. നീ അനുഗ്രഹിച്ച ആളുകളുടെ പ്രവാചകന്മാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, ഈ 4 കൂട്ടരുടെ മാർഗമാണ് എനിക്ക് വേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ കോപത്തിനിരയായ ജൂതന്മാരുടെ മാർഗമല്ല. അല്ല, വഴിപിഴച്ച മനുഷ്യനെ പിടിച്ച് പടച്ചവനാക്കുന്ന ദൈവത്വനാക്കുന്ന ക്രൈസ്തവരുടെ മാർഗമല്ല. ക്ലിയർ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 2 മാർഗമല്ല ഞാൻ ചോദിക്കുന്നത്. നീ ഖുർആനിലൂടെ പറഞ്ഞു തന്ന ഈ 4 വിഭാഗം ആളുകൾ, പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരുടെ മാർഗത്തിൽ എന്നെ നയിക്കണമേ ഹിദായത്ത് ചോദിച്ചു. ആ ഹിദായത്തിന് അല്ലാഹുവിന്റെ മറുപടി വന്നു, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയമില്ല, നിനക്ക് ഹിദായത്ത്. ഫാത്തിഹയുടെ ദുആക്ക് ഉത്തരമാണ് ഖുർആൻ മൊത്തം പ്രാർത്ഥന. അതായത് പ്രാർത്ഥനയിലൂടെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദർശത്തിൽ വിശ്വസിക്കണം, നമസ്കാരം അനുഷ്ഠിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടിയാൽ മറ്റുള്ളവർ കൊടുക്കണം. യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക, നിനക്ക് അവതരിപ്പിച്ചതിന് മുമ്പ് അവതരിപ്പിച്ചതിന് വിശ്വസിക്കണം.
വബിൽ-ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തെ വിചാരണയിൽ നല്ല ബോധ്യം വേണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചത്. അത് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം അത് അറ്റിക്കുറുക്കി എന്ന് പറഞ്ഞുതരാം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇൻട്രഡക്ഷനും ടെക്സ്റ്റും കൺക്ലൂഷനും ഉള്ളതുപോലെ ഖുർആന്റെ ഇൻട്രഡക്ഷൻ സൂറത്തുൽ ഫാത്തിഹ, എന്നിട്ട് ടെക്സ്റ്റ് ആ ബാക്കിയുള്ള അലിഫ് ലാം മീം വരെ തുടങ്ങും. അവസാന കൺക്ലൂഷൻ ഒറ്റ വാക്കുകളാണ്. നിങ്ങൾ പറഞ്ഞേ ഏകനാണ്. ഏകനായ സ്വതന്ത്രമായിരിക്കുമല്ലോ. അപ്പൊ അത് അതിന്റെ അർത്ഥം തന്നെ. സമ്മതം സ്വതന്ത്രനായ ഒന്നിൽ നിന്ന് ജനിക്കാനും വേറെ ജനിക്കാനും പറ്റില്ലല്ലോ. അതുപോലെ വേറെ ഉണ്ടായ മറ്റു സ്വതന്ത്രം എന്ന് പറയാൻ പറ്റും. ഒറ്റ വാക്കുകൾ അഹദ് എന്ന് ഒറ്റ വാക്കേ അതിനകത്തുള്ളൂ. ഈ പറഞ്ഞത് മുഴുവൻ പ്രകൃതി യാഥാർത്ഥ്യമാണ്, പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. അത് ചരിത്രത്തിലൂടെ മനുഷ്യ ജീവിതത്തിലൂടെ അനുഭവിക്കാൻ പ്രാർത്ഥനയിലൂടെ ഖുർആനിലേക്ക് കടന്നോ. ഒടുവിൽ നീ അത് ഉറപ്പിച്ചെന്ന് പറയും. യെസ്, അത് പറയുമ്പോ നിന്നെ ശല്യപ്പെടുത്തുന്ന ചില പൈശാചിക ദൗർബോധനങ്ങൾ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും പ്രാർത്ഥിച്ചോ. ഒടുവിലും പ്രാർത്ഥന. മനുഷ്യ മനസ്സുകളിൽ ദൗർബോധനം ചെയ്ത് പിൻവാങ്ങുന്ന ജിന്നിലും മനുഷ്യനിലും പെട്ട അതുപോലെ അസൂയക്കാരുണ്ട്. അസൂയയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഷർറിൽ നിന്ന് എന്നോട് കാവൽ ചോദിക്കുന്നു. എന്തിന്? എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ ഈ ഏകനായ തമ്പുരാനെ കുറിച്ച് ഞാൻ അനുഭവിക്കുന്ന, ഞാൻ വിശ്വസിക്കുകയും എന്നിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഏകനായ തമ്പുരാനെ കുറിച്ച് ഡിക്ലെയർ ചെയ്യാൻ എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആദ്യവും പ്രാർത്ഥന, മധ്യത്തിലും പ്രാർത്ഥന, ഒടുവിലും പ്രാർത്ഥന. പ്രാർത്ഥന നിരതമായ ജീവിതം. ഈ ജീവിതത്തിന് ഒരു കുളിർമയുണ്ടാവും, ആശ്വാസം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. എന്നിട്ട് സമാധാനത്തിലേക്ക് കടക്കുകയും ചെയ്യും. നിത്യതയുടെ, ശാന്തിയുടെ ആ പ്രയാണത്തിലാണ് സത്യവിശ്വാസികൾ. ആ ബോധത്തോടെ ഇത് സമ്പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارنا ابو بكر وعمر وعثمان وعلي حمزه والعباس والحسن والحسين وبقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, മുഴുവൻ സത്യവിശ്വാസം, മുൻകാല സത്യവിശ്വാസം എല്ലാവർക്കും നീ പുറത്തുമ ഭാഗ്യമാണ് തമ്പുരാനെ. നാലകർഷനെ ഞങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നശിപ്പാക്കപ്പെടുന്നു തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ആശ്വാസത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഖുർആനെ യഥാർത്ഥത്തിൽ പിടിച്ച് മനസ്സിലാക്കുവാനും പ്രാർത്ഥന നിരതമായ ഒരു ജീവിതം നയിക്കാനും ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദനകൾക്ക് ആശ്വാസങ്ങളുണ്ടാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധങ്ങളെ പ്രവിശാലങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടാതെ സ്വീകരിച്ചുത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടാതെ അനുഗ്രഹിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الإسلام والمسلمين. اللهم اعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل مكان يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله.